സുബ്ഹാനല്ലാഹ്. ഈ അർശിനെ കൊണ്ടുവരുന്നതോട് കൂടെയാണ് ഈ സൂര്യനിൽ നിന്ന് പലർക്കും അർശിന്റെ തണല് കിട്ടുന്നത്. 7 വിഭാഗത്തിന് പ്രത്യേകം തണല് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അതേ സമയത്ത് വേറെ 3 കൂട്ടർക്ക് തണലുണ്ട്. ഈ ഭയങ്കര സൂര്യന്റെ ചൂട് കൊണ്ട്, താപം കൊണ്ട് കഴുത്തുകളൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ട്, വാടിത്തളർന്നിട്ടുണ്ട്. ആ നിലക്ക് നിൽക്കുമ്പോ ഈ വലിയ താപത്തിന്റെ കുഴലിൽ നിന്ന് താപം താഴോട്ട് പ്രവഹിക്കുമ്പോ അതിൽ നിന്നും തണല് കിട്ടുന്ന 2-3 കൂട്ടരുണ്ട്. സലാസത്തും ഫീ ദില്ലി അർശില്ലാഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്, 7 വിഭാഗത്തിന്റെ തണല് വേറെയാണ്. അതിൽപ്പെടാത്ത 3 കൂട്ടരാണ്. അതിലൊന്ന് റസൂല് പറഞ്ഞത് ആരാണെന്നറിയോ? മൻ ഫറജാൻ മക്റൂബിൻ മിൻ ഉമ്മത്തി. എന്റെ സമുദായത്തിൽ നിന്ന് വേദന തിന്നുന്നവൻ, എന്റെ സമുദായത്തിൽ ദുരിതം അനുഭവിക്കുന്നവൻ, എന്റെ സമുദായത്തിൽ നിന്ന് പട്ടിണിയും പരിവട്ടവുമായിട്ട് കഷ്ടപ്പെടുന്നവൻ, അല്ലാഹ് മാരക രോഗം പിടിപെട്ട് ചികിത്സക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്നവൻ, ആ രൂപത്തിൽ എന്റെ ഉമ്മത്തിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നവനോ, സാന്ത്വനം നൽകുന്നവനോ, സാന്ത്വനത്തിന്റെ പ്രവർത്തകരോ. അല്ലാഹ് മുത്തുനബിന്റെ ഉമ്മത്തിൽ നിന്ന് വേദന തിന്നുന്നവന് ആശ്വസിപ്പിക്കാൻ വേണ്ടി, സമാധാനം കൊടുക്കാൻ വേണ്ടി, അവനൊരു അതേ ആശ്വാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്, പ്രവർത്തകരുണ്ട്. അവനൊന്ന് അർശിന്റെ തണലുണ്ട്. ഈ ചൂടിനെ തൊട്ട് ആശ്വാസമുണ്ട്. എന്റെ സുന്നത്ത് നശിക്കുമ്പോൾ, എന്റെ സുന്നത്ത് ദുഷിക്കുമ്പോൾ, എന്റെ സുന്നത്തില്ലാതെയാകുമ്പോൾ, എന്റെ ചര്യകളും സുന്നത്തുകളും ഒക്കെ കാലാരണപ്പെട്ടു ആളുകൾ കുടിച്ചുകൂടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ സുന്നത്ത് സജീവമാക്കുന്നവനാരോ, അത് ഉയർത്തിപ്പിടിക്കുന്നവനാരോ, അത് ജീവിപ്പിക്കുന്നവനാരോ, അവന് അർശിന്റെ തണലുണ്ട്. എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവനാരോ, ഒരു ദിവസത്തിൽ ഒരു 300 സ്വലാത്തെങ്കിലും വർദ്ധിപ്പിക്കുന്നവനാരോ, ചൊല്ലുന്നവനാരോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ ഏറ്റവും ചുരുങ്ങിയത് 300 സ്വലാത്ത് ചെല്ലേണ്ടതാണ്. അവർക്കും ഞാൻ നാളെ ഈ അർശിന്റെ തണലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.